വെൽക്കം ബാക്ക് ടു ജസ്റ്റ് എക്സ്പ്ലോർ. ഒരു ബാങ്ക് ഹോളിഡേ വീക്കെൻഡ് വന്നാൽ എവിടെയെങ്കിലും ഒന്ന് പോകണം. അതങ്ങനെ ഈ വീട്ടിരിപ്പ് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല. അപ്പം ഞങ്ങൾ ഈ പ്രാവശ്യം എവിടെ പോകാമെന്ന് ഓർത്തിരുന്നപ്പോഴത്തേക്കും ആലോചിച്ചു, എന്നാൽ പിന്നെ കോർക്ക് വരെ പോയി അനിയനെ നാത്തൂനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന്. അപ്പോൾ വായോ, നിങ്ങളും പോര്. നിങ്ങൾ ഡബ്ലിനിൽ താമസിക്കുന്ന ആരെങ്കിലും ആണ് കോർക്ക് വരെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ബസ്സാണ്. ഇറ്റ് മൈറ്റ് ടേക്ക് എനിവെയർ ബിറ്റ്വീൻ 3 to 4 hours. ബസ്സിൻ്റെ ഫെയർ യൂഷ്വലി €20 താഴെ വരത്തുള്ളൂ വൺ വേ, ആൻഡ് ഇറ്റ് സ്റ്റോപ്സ് ഇൻ ആഷ്ടൺ കീ ഇൻ ദ സിറ്റി സെൻറ്റർ. അവിടെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ കോർക്കിലേ നിർത്തത്തുള്ളൂ. സോ ഇറ്റ്സ് എ വെരി കംഫർട്ടബിൾ ജേർണി. You can either go into Air Coach's website or you can go into CityLink's website and then you can book your tickets. ഡബ്ലിൻ വിട്ടാൽ വൺ ഓഫ് ദ മോസ്റ്റ് ഹാപ്പനിങ് സിറ്റീസ് ഇൻ അയർലൻഡ് എന്ന് വേണം നമുക്ക് കോർക്കിനെ പറയാം. ഇറ്റ് ഈസ് വെരി റിച്ച് ഇൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് ആൻഡ് യു ക്യാൻ ഫൈൻഡ് എ ലോട്ട് ഓഫ് ഹിസ്റ്ററി ഇൻ ദിസ് സിറ്റി. അങ്ങനെ ഞങ്ങൾ ചെന്ന് അന്ന് റെസ്റ്റൊക്കെ എടുത്ത് ചില്ല് ചെയ്ത് ഫാമിലി ആയിട്ട് ഡിന്നറിനൊക്കെ പോയിട്ട് നെക്സ്റ്റ് മോർണിംഗ് വി സ്റ്റാർട്ടഡ് on our expedition. So this is our first destination, Guggainbarra. This is almost close to 75 kilometers from Cork. അപ്പോൾ നിങ്ങൾ ഇവിടെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ബസ് സർവീസ് ഇല്ല. ബാലൻഗേറിയിൽ ഇറങ്ങിയിട്ട് ഫ്രം there you might have to take a taxi or a cab. ഈ ഒരു പ്ലേസിൽ പോയിട്ടുള്ളവർക്കറിയാം, ദർ ഇസ് എ സെൻസ് ഓഫ് കാംനെസ് ആൻഡ് സ്പിരിച്വാലിറ്റി ഇൻ ദിസ് പ്ലേസ്. അതെന്തുകൊണ്ടാണെന്നറിയോ? സെയിൻറ്റ് ഫിൻബാർ, ഹൂ ഇസ് എ പേട്രൺ സെയിൻറ്റ് ഓഫ് കോർക്ക്, സെയിൻറ്റ് ഫിൻബാറിൻ്റെ ഒറട്ടോറി ഇസ് ദിസ് സ്മോൾ ലിറ്റിൽ സ്റ്റോൺ ചർച്ച് ദാറ്റ് യു സീ ഇൻ ദിസ് സ്പോട്ട്. ഞങ്ങൾ കുറച്ചധികം നേരം ഈ ഒരു പ്ലേസിൽ സ്പെൻഡ് ചെയ്തായിരുന്നു. നിങ്ങൾ ഇവിടെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഗിവ് ഇറ്റ് 3 to 4 hours. അവിടെ കുറേ വാക്കിംഗ് ട്രെയിൽസും കുറച്ചധികം നടക്കാനും കുറച്ചധികം എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ഉണ്ട്. സോ പ്ലാൻ ഇറ്റ് അക്കോർഡിംഗ്ലി സോ ദറ്റ് യു ക്യാൻ മേക്ക് ദ മോസ്റ്റ് ഓഫ് ഇറ്റ്. ഇങ്ങനത്തെ സ്പിരിച്വലി എൻറിച്ചിങ് ആയിട്ടുള്ള പ്ലേസസിൽ പോകുമ്പം ഐ ഫീൽ വെരി ഹംബിൾഡ് ആൻഡ് മൈ ഹാർട്ട് ബേഴ്സ്റ്റ്സ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ബിക്കോസ് ഒരു കാലത്ത് ഞാൻ യാത്ര ചെയ്യാൻ പറ്റാനും പുതിയ സ്ഥലങ്ങൾ കാണാൻ പറ്റാനും ഇങ്ങനത്തെ കുറേ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ടുഡേ വെൻ ദിസ് ഇസ് മൈ റിയാലിറ്റി, വെൻ ഐ എം ഏബിൾ ടു മേക്ക് ദിസ് ഹാപ്പൻ, ഐ നോ ദിസ് ഇസ് നോട്ട് ബൈ ചാൻസ്. കർത്താവ് തരുന്ന കൃപകളാണ്, കർത്താവ് തരുന്ന ഓപ്പർച്യൂണിറ്റീസാണ്. ആൻഡ് ഐ ഫീൽ ഇമ്മെൻസ്ലി ഗ്രേറ്റ്ഫുൾ. ഇത് എല്ലാവർക്കും ഈ ഒരു ഐഡിയയിൽ പെർസീവ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, ബട്ട് ടു മീ ദിസ് ഇസ് എ ബ്ലെസ്സിങ് ആൻഡ് ഐ എം ഇറ്റേർണലി ഗ്രേറ്റ്ഫുൾ ടു ഗോഡ് ഫോർ എവറി സിംഗിൾ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ ഇഷ്ടം പോലെ അവാർഡ്സ് കണ്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷേ അയർലൻഡ്സ് ടോപ്പ് ടോയ്ലറ്റ് അവാർഡ് ഇതെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു ടോയ്ലറ്റിന് അവാർഡ് കിട്ടുന്നത് അതവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു. ഞങ്ങളത് പറഞ്ഞ് കുറച്ച് ചിരിച്ചു. പക്ഷേ നല്ല രസമുള്ളൊരു ടോയ്ലറ്റ് ആയിരുന്നു. അതിൻ്റെ സ്ട്രക്ചർ വാസ് വെരി ഫാസിനേറ്റിംഗ്. അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനോട്ടുള്ള യാത്ര. ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് നാത്തൂൻ പറയുന്നത്, അയർലൻഡിൽ വന്നിട്ട് ഇതുവരെ ഒരു ബീച്ചിൽ പോയിട്ടില്ല എന്ന്. കേൾക്കേണ്ട താമസം അനിയനും അളിയനും കൂടെ തീരുമാനിച്ചു, എന്നാൽ പിന്നെ നമുക്ക് ബീച്ചിലോട്ട് പോകാമെന്ന്. അപ്പം ഞങ്ങളുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് ഇസ് ബാലിക്കോവ് ബീച്ച്. ഞങ്ങൾ തമാശയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയായിരുന്നു, നാട്ടിലായിരിക്കുമ്പം ജാക്കറ്റ് ഇട്ട് ബീച്ചിൽ പോകുന്ന കാര്യം ആരെങ്കിലും ആലോചിക്കുമെന്ന്. ശരിയല്ലേ? ഇവിടെ ബീച്ച് കാണാൻ ഭയങ്കര രസമാണെങ്കിലും വെള്ളത്തിന് ഐസിൻ്റെ തണുപ്പാണ്. അപ്പോൾ ഇറങ്ങുന്ന കാര്യം 2 പ്രാവശ്യം ആലോചിച്ചിട്ടേ നടക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഓഫ് ദി ഡേ വാസ് മിസൻ ഹെഡ്. മിസൻ ഹെഡ് ഇസ് എ സൗത്ത് വെസ്റ്റ് ടിപ്പ് ഓഫ് അയർലൻഡ്. ഈ ഒരു പോയിന്റിന് അപ്പുറത്തോട്ട് കടൽ മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് ഒരു കുറച്ചും കൂടെ നടന്നിരുന്നെങ്കിൽ മിസൻ ഹെഡ് ബ്രിഡ്ജിൻ്റെ ഒരു നല്ലൊരു വ്യൂ കിട്ടുമായിരുന്നു. പക്ഷേ 4 PM കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയതുകൊണ്ടും സൺഡേ ആയിരുന്നതുകൊണ്ടും അത് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പം നിങ്ങൾ മിസൻ ഹെഡ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് പോവുക. അങ്ങനെ ഞങ്ങൾ ആ ഡേ കൺക്ലൂഡ് ചെയ്ത് ആൻഡ് ബാക്ക് ടു കോർക്ക്. വരുന്ന വഴിക്ക് ആലോചിച്ച് എവിടെ പോയി ഫുഡ് കഴിക്കാമെന്ന്.
അപ്പോൾ ഇവരിങ്ങനെ സജസ്റ്റ് ചെയ്തു ഏഷ്യൻ സൂപ്പർ മാർക്കറ്റിൽ ബുഫേ ഉണ്ടെന്ന്. ആൻഡ് വി വർ ലൈക്ക് വൈ നോട്ട്, ബിക്കോസ് നമ്മുടെ ഫുഡാണേ, ചോറ്, താറാവ് കറി, സാമ്പാർ, മീൻകറി, കപ്പ, മെഴുക്കുരട്ടി, തോരൻ, പപ്പടം. അപ്പം പിന്നെ ഒന്നും ആലോചിക്കാനില്ലല്ലോ. നിങ്ങൾ കോർക്കിൽ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുക. ആംബിയൻസ് എന്നൊക്കെ പറയാൻ ഒരു ചെറിയൊരു സെറ്റപ്പാണ്, ബട്ട് ഫുഡ് വാസ് റിയലി ഗുഡ്. അങ്ങനെ നെക്സ്റ്റ് ഡേയിലത്തെ ഫസ്റ്റ് സ്പോട്ട് വാസ് സെയിൻറ്റ് ഫിൻബാസ് കത്തീഡ്രൽ. സെയിൻറ്റ് ഫിൻബാസ് കത്തീഡ്രൽ കോർക്കിലുള്ളവർക്കറിയാം ഇസ് ലൊക്കേറ്റഡ് ഇൻ ദ ഹാർട്ട് ഓഫ് കോർക്ക് സിറ്റി. ഒരുപാട് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു കത്തീഡ്രലാണ്. ദിസ് ഇസ് നോട്ട് എ കാത്തലിക് കത്തീഡ്രൽ, ദിസ് ഇസ് ആൻ ആംഗ്ലിക്കൻ കത്തീഡ്രൽ. ഈ കത്തീഡ്രലിനുള്ളിൽ കയറണമെങ്കിൽ ഒരു നോമിനൽ ഫീ ഉണ്ട്, ബട്ട് നോട്ട് മോർ ദൻ €10, വിച്ച് ഇസ് അമേസിങ്. ഒരുപാട് കാണാനുണ്ട് അകത്ത്. അവരൊരു ആദ്യം ഒരു പേപ്പർ, ഒരു ലീഫ്ലെറ്റ് തരും, that will have all the information on it. Adu follow cheythu if you're going around the cathedral, there is a lot for you to see, learn and understand. Appam if you live in Cork, if you have not been here, or if you're visiting Cork, this is a place that you must go and see. It is really beautiful in there. നിങ്ങൾ സെയിൻറ്റ് ഫിൻബാറിനെ പറ്റി കേട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ 6th-7th സെഞ്ച്വറി കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു സ്കോളർ അല്ലെങ്കിൽ ഒരു ടീച്ചറാണ് സെയിൻറ്റ് ഫിൻബാർ. സെയിൻറ്റ് ഫിൻബാർ is also known for finding a monastery and a school in the site where Cork City later grew. ഈ ഒരു ബോർഡിൽ നിങ്ങൾ 1 2 3 4 5 6 നമ്പേഴ്സ് കണ്ടോ? ഇറ്റ് സേസ് ഫിലിപ്പ്, ബാർത്തലോമിയോ, സൈമൺ ജോൺ ദ ബാപ്റ്റിസ്റ്റ്, അല്ലെങ്കിൽ ദ വൈസ് വെർജിൻസ്, ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്. ദിസ് ഈസ് വാട്ട് യു സീ ഇൻ ദീസ് സ്കൾപ്ചേഴ്സ്. ഈ പള്ളിയുടെ ഫ്രണ്ടിൽ പോയിട്ട് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് നോക്കിയാൽ ഈ ഓർഡറിൽ യു ക്യാൻ ഫൈൻഡ് ദ സ്കൾപ്ചേഴ്സ്. ദിസ് ഇസ് റിയലി ഫാസിനേറ്റിംഗ് ബിക്കോസ് ഒരുപാട് പള്ളികളുടെ മുമ്പിൽ പള്ളിയുടെ വാളിൽ തന്നെ സ്കൾപ്ചേഴ്സ് കാണാൻ പ്രയാസമാണ്. ആൻഡ് ദീസ് ആർ ഓൾ ഡൺ ഇയേഴ്സ് അഗോ ആൻഡ് ഇറ്റ് സ്റ്റിൽ സ്റ്റാൻഡ്സ്, വിച്ച് വാസ് സച്ച് എ ട്രീറ്റ് ടു ദി ഐസ്. അങ്ങനെ സെയിൻറ്റ് ഫിൻബാസ് കത്തീഡ്രൽ കണ്ടിട്ട് വി വർ ഹെഡഡ് നെക്സ്റ്റ് ടു കോവ്. നിങ്ങൾ ഈ ഒരു സെറ്റ് ഓഫ് ടെറസ് ബ്യൂട്ടിഫുൾ ഹൗസസ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ, ഫോട്ടോസിലോ വീഡിയോസിലോ ഒക്കെ. ഈ കത്തീഡ്രലിൻ്റെയും സീയുടെയും ബാക്ക്ഡ്രോപ്പിൽ ഈ ബിൽഡിങ്സ് ഇങ്ങനെ അടുക്കി 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 വെച്ചേക്കുന്ന പോലെ കാണാൻ ഭയങ്കര വിഷ്വലി അപ്പീലിംഗ് ആണ്. ഞങ്ങൾ കുറച്ചധികം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ഈ ഒരു സ്പോട്ടിൽ നിന്ന് ഈ വ്യൂ ഒക്കെ എൻജോയ് ചെയ്തിട്ട് നെക്സ്റ്റ് ഞങ്ങൾ ഈ ബാക്കിൽ കാണുന്ന കത്തീഡ്രലിലോട്ടാണ് പോയത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കളർഫുൾ സ്റ്റാക്ക് ഓഫ് ബിൽഡിങ്സിൻ്റെ ബാക്ക് ഡ്രോപ്പ് ആയിട്ട് കിടക്കുന്ന കത്തീഡ്രൽ ആയത് ദിസ് ഇസ് സെയിൻറ്റ് കോൾമൻസ് കത്തീഡ്രൽ. ദിസ് ഇസ് എ കാത്തലിക് കത്തീഡ്രൽ ബിൽറ്റ് ഇൻ നിയോ ഗോത്തിക് സ്റ്റൈൽ. ഒരു പള്ളിയിൽ കയറുമ്പം എൻ്റെ മനസ്സിലോട്ട് ആദ്യം വരുന്ന ഒരു ബൈബിൾ വേഴ്സാണ്. അത് കാത്തലിക് ചർച്ച് ആവണമെന്നില്ല, ഇറ്റ് കുഡ് ബി ആൻ ആംഗ്ലിക്കൻ ചർച്ച്, ഏത് പള്ളിയാണെങ്കിലും എൻ്റെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ബൈബിൾ വേഴ്സസ് ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണും കാതും സദാ ജാഗരൂകമായിരിക്കും. ഒരു പള്ളിയിൽ അല്ലെങ്കിൽ ഒരു പ്ലേസ് ഓഫ് വർഷിപ്പിൽ എത്ര അധികം ആൾക്കാർ പോയി പ്രാർത്ഥിക്കുന്നുണ്ടാവും, എത്ര പ്രാർത്ഥനകളായിരിക്കും സ്വർഗത്തിലോട്ട് ഉയരുന്നത്. അതിനൊക്കെ കർത്താവ് അനുഗ്രഹം തരുന്നുണ്ട്, അതിനൊക്കെ കർത്താവ് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരവർ വിശ്വസിക്കുന്ന ദൈവം അത് കേൾക്കുന്നുണ്ട്, അത് ഉത്തരം കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു ഹോപ്പിൽ ജീവിക്കുന്ന എത്ര അധികം ആൾക്കാരുണ്ട്. എനിക്ക് ഈ തോട്ട്സ് ഒക്കെ എപ്പോഴും എൻ്റെ മനസ്സിൽ കൂടെ പോകാറുണ്ട് വെൻ ഐ സ്റ്റെപ്പ് ഇൻ ടു എ ചർച്ച്.
അങ്ങനെ കത്തീഡ്രലിൽ നിന്ന് ഇറങ്ങിയിട്ട് ടൈറ്റാനിക് മ്യൂസിയം കൂടെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ടൈം എനഫ് അല്ലാഞ്ഞത് കൊണ്ട് ഞങ്ങൾ നെക്സ്റ്റ് ടൈമിലത്തേക്ക് പ്ലാൻ ചെയ്തു. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ടൈറ്റാനിക് മ്യൂസിയം മിസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഞങ്ങളുടെ ഈ ട്രിപ്പ് റാപ്പ് ചെയ്ത് വി ആർ ഹെഡഡ് ബാക്ക് ടു കോർക്ക്. പിന്നെ വീട്ടിൽ ചെന്നിട്ട് നല്ല കിഡിലം ബിരിയാണി കഴിച്ചിട്ട് ഹെഡഡ് ബാക്ക് ടു ഡബ്ലിൻ. നല്ല രസമുള്ളൊരു വീക്കെൻഡ് ആയിരുന്നു. വി യൂഷ്വലി ഡോണ്ട് ഗെറ്റ് ടൈം ടു സ്പെൻഡ് വിത്ത് ഫാമിലി. അപ്പോൾ ഇപ്രാവശ്യം ദാറ്റ് വാസ് വെരി സ്പെഷ്യൽ. ഇവനും ഞാനും ഗ്രോ അപ്പ് ചെയ്തപ്പോൾ ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ഓർത്തിട്ടില്ല വി വിൽ എൻഡ് അപ്പ് ഇൻ ദ സെയിം കൺട്രി, വിൽ ഗോ അറൗണ്ട് വിത്ത് അവർ റെസ്പെക്റ്റീവ് സ്പൗസസ്. ഭയങ്കര രസമായിരുന്നു. അനിയനും നാത്തൂനും അനിയൻ്റെ അളിയനും ഒക്കെ ആയിട്ട് ഞങ്ങൾ 4 പേരും നല്ല രസമായിട്ട് വീക്കെൻഡ് സ്പെൻഡ് ചെയ്തു. ഇനി ബാക്ക് ടു ദ ഹസൽ ആൻഡ് ബസൽ ഓഫ് ഡബ്ലിൻ, ബാക്ക് ടു വർക്ക്, ബാക്ക് ടു റുട്ടീൻസ്.